ഒരാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥ വല്ലാത്ത ഒന്നാണ്. ഇപ്പോൾ മലയാളികൾ ഒന്നടങ്കം അർജുൻ എന്ന യുവാവിന് എന്താണ് ശരിക്കും സംഭവിച്ചത്, അല്ലെങ്കിൽ അയാൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന ചിന്തയിലാണ്. അതുപോലെ ചാനലുകളിൽ സജീവ സാന്നിധ്യമായി കത്തി നിൽക്കുന്ന ഒരു അവതാരകനെ ഒരു സുപ്രഭാതത്തിൽ കാണാതായാൽ എന്തു സംഭവിക്കും? അതാണ് പഴയ ഇന്ത്യ വിഷൻ്റെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററായിരുന്ന സോണി എം ഭട്ടതിരിപ്പാടിന് സംഭവിച്ചത്. 2008 ഡിസംബറിൽ ഗോവൻ ചലച്ചിത്രമേള റിപ്പോർട്ട് ചെയ്ത് മടങ്ങിയ ഇദ്ദേഹം അപ്രത്യക്ഷനാവുകയായിരുന്നു. ട്രെയിനിലുള്ള മടക്കയാത്രക്കിടയിൽ കാസർഗോഡിനും നീലേശ്വരത്തിനുമിടക്ക് വെച്ചാണ് സോണിയെ കാണാതാവുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. 16 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവും ലഭ്യമല്ല. മലയാള മനോരമ കാസർഗോഡ് ബ്യൂറോ ചീഫായിരുന്ന സമയത്ത് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ കൺമുന്നിലേക്ക് എത്തിച്ചതിൽ സോണി വഹിച്ച പങ്ക് നിർണായകമായിരുന്നു. മനോരമ ചാനൽ തുടങ്ങിയപ്പോൾ ന്യൂസ് അവതാരകനായി നിങ്ങൾ ആവശ്യപ്പെട്ട വാർത്തകൾ എന്ന വളരെ ജനശ്രദ്ധ നേടിയ പരിപാടി ജനങ്ങളിലേക്ക് എത്തിച്ച സോണിയുടെ ഫോട്ടോ മനോരമ കേരളത്തിൽ ഉടനീളം സ്ഥാപിച്ചിരുന്നു. വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം സോണി നേടിയിരുന്നു. മനോരമ വിട്ട ശേഷം ഇന്ത്യ വിഷനിൽ എത്തിയപ്പോഴും ആ ഇഷ്ടം അതേപടി നിലനിർത്താൻ സോണിക്കായിരുന്നു. എന്തുകൊണ്ട് സോണിയെപ്പോലുള്ള അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനെ, ഒരു മാധ്യമപ്രവർത്തകനെ കണ്ടുപിടിക്കാൻ ഇതുവരെ ആയില്ല? എന്തുകൊണ്ട് ഈ ഒരു തിരോധാനം അവരുടെ വെറും കുടുംബ പ്രശ്നമായി മാത്രം ഒതുങ്ങിപ്പോയി? ഇന്ന് സോഷ്യൽ മീഡിയ എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. എന്നിട്ടും പലരുടെയും പരിചിത മുഖമായ സോണിയെ തിരിച്ചറിയാൻ ഒരാൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സോണി എം ഭട്ടതിരിപ്പാടിൻ്റെ ഭാര്യയും ആയുർവേദ ഡോക്ടറുമായ GK സീമ പറയുന്നത് ഇങ്ങനെയാണ്. 2008 ഡിസംബർ 18 ഉച്ചയ്ക്ക് 1:30 ഗരീബ് രഥ് എക്സ്പ്രസ്സിലാണ് സോണി ഗോവയിലേക്ക് വണ്ടി കയറിയത്. എറണാകുളത്തെ വീട്ടിൽ നിന്നും സീമ തന്നെയാണ് സോണിയെ കാറിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തത്. അന്ന് ഇന്ത്യ വിഷനിൽ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററായി ജോലി ചെയ്ത സോണി ഗോവയിലെത്തിയ ശേഷം ആദ്യ 2 ദിവസം ചലച്ചിത്രമേളയെക്കുറിച്ചുള്ള സ്റ്റോറികൾ ചെയ്തിരുന്നു. ഇതിനിടയിൽ വീട്ടിലേക്കും സീമയെയും വിളിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ പിന്നീട് പെട്ടെന്നത് നിൽക്കുകയും ചെയ്തു. TV ചാനലിൽ വാർത്തയും വീട്ടിലേക്ക് ഫോൺ കോളും വരാതായതോടെ സീമ സോണിയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അതും നിശ്ചലമായിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ സോണി മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് വിവരം ലഭിച്ചു. അടുത്ത ദിവസം തന്നെ നാട്ടിൽ താൻ തിരിച്ചെത്തുമെന്നും മക്കളെ കാണണമെന്നും സോണി പറഞ്ഞിരുന്നതായി സീമ പറയുന്നു. എന്നാൽ മംഗലാപുരത്ത് നിന്നും വീട്ടിലേക്ക് സോണി ഭട്ടതിരിപ്പാട് എത്തിയിട്ടില്ല. അദ്ദേഹം എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ല. ഇടയ്ക്ക് വീട്ടിൽ പറയാതെ ആഴ്ചകളോളം മാറി നിൽക്കുന്ന ഒരു ശീലം സോണിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിന് ആ സമയത്ത് വീട്ടുകാർ തയ്യാറായതുമില്ല. എന്നാൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സോണി തിരിച്ചെത്താതായതുകൊണ്ട് അന്നത്തെ DGP ജേക്കബ് പുന്നൂസിന് കുടുംബം പരാതി നൽകിയിരുന്നു. തുടർന്ന് ഗോവ പോലീസിലും അവർ പരാതി നൽകിയിട്ടു. എന്നാൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ സോണിയെക്കുറിച്ച് യാതൊരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ക്രൈംബ്രാഞ്ച് സംഘവും അന്വേഷണം നടത്തിയിരുന്നു. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്ന സോണി മംഗലാപുരത്ത് നിന്നും മൂകാംബികയിലേക്കോ അല്ലെങ്കിൽ കുടജാദ്രിയിലേക്കോ പോയി കാണുമെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം അവിടേക്കും വ്യാപിപ്പിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. തൻ്റെ പ്രിയപ്പെട്ടവൻ ഇന്നല്ലെങ്കിൽ നാളെ തന്നെയും മക്കളെയും കാണാൻ എത്തുമെന്ന് തന്നെയാണ് ഡോക്ടർ GK സീമ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഈ കേസിലും ഫലപ്രദമായ അന്വേഷണം നടക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഒരു മാധ്യമപ്രവർത്തകനെ കാണാതായത് നമ്മുടെ മാധ്യമങ്ങൾ പോലും മറന്ന മട്ടാണ്.